കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കുറേ കാലം കഴിഞ്ഞ ശേഷം അവൻ അവളെ വിവാഹം കഴിപ്പാൻ തിരികെ പോകയാൽ സിംഹത്തിൻ്റെ ഉടൽ നോക്കേണ്ടതിന് മാറിച്ചെന്നു. സിംഹത്തിൻ്റെ ഉടലിനകത്ത് ഒരു തേനീച്ച കൂട്ടവും തേനും കണ്ടു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ഇവിടെ വഴിമാറിപ്പോയ ഒരു യൗവനക്കാരനെ കുറിച്ചാണ് കാണുന്നത്. അപ്പോൾ ഈ യൗവനക്കാരൻ ആരെന്ന് വെച്ചാൽ സിംഷോനാണ്. അവനെ യഹോവ ഈ ഭൂമിയിൽ അയച്ചതാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ ഇസ്രായേൽ ജനങ്ങൾ ഫെലിസ്ത്യരുടെ അടിമയായി. അപ്പോൾ അടിമയായി ഫെലിസ്ത്യരുടെ ഇടയിൽ നിന്ന് വളരെ കഷ്ടം അനുഭവിക്കുന്നത് കൊണ്ട് യഹോവ ദൈവം അവരെ വിടുവിക്കാനായിട്ട് ഒരു പുത്രനെ ഈ ലോകത്തിൽ അയച്ചു. അങ്ങനെ അന്നത്തെ ആ ഒരു മനോഹ എന്ന് പറയുന്ന ആളിൻ്റെ ഭാര്യയ്ക്ക് മക്കളില്ലാതെ മച്ചിയായിരുന്നു. അപ്പോൾ അവളോട് ദൈവദൂതൻ പ്രത്യക്ഷനായി പറഞ്ഞു, നിനക്കൊരു കുഞ്ഞ് ലഭിക്കും. ആ കുഞ്ഞിൻ്റെ തലയിൽ മുടി മുറിച്ച് കളയരുത്. തിരിച്ച് അവനെ എങ്ങനെയൊക്കെ നോക്കണം, ഇവരെങ്ങനെ ഇരിക്കണം എന്നൊക്കെ കുറേ കാര്യങ്ങൾ ഈ പറയുകയാണ്. അപ്പോൾ 13-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നു: നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ്റെ തലയിൽ ക്ഷൗരകത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നസീരനായിരിക്കും. അവൻ ഇസ്രയേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങുമെന്ന്. അപ്പോൾ അവൻ കുറച്ച് വളരുമ്പോൾ തന്നെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ തുടങ്ങും എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ ഒരു യൗവനക്കാരനായപ്പോൾ ഫെലിസ്ത്യ സ്ത്രീകൾ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് അവരിലൊരു സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു. ഈ അമ്മയും അപ്പയും നല്ലവണ്ണം പറഞ്ഞു, നീ അത് ശരിയല്ല, നീ ദൈവത്തിനുള്ളവനാണ് എന്ന്. പക്ഷേ അവൻ അത് കേൾക്കാതെ അവൻ്റെ കണ്ണിന് അവൾ ഇൻപമുള്ളവളെന്ന് കണ്ട് അവൾ തന്നെ പോയി. പക്ഷേ അവിടെ അവൾ വഞ്ചിക്കപ്പെടുകയും ആ പോകുന്ന വഴിയിൽ തന്നെ ഒരു സിംഹം എതിരിട്ട് വന്ന് സിംഹത്തെ കൊന്നിവൻ എറിഞ്ഞിട്ട് പോയി. തിരിച്ച് കുറേ ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് വീണ്ടും അവൻ ആ വഴിക്ക് പോകുമ്പോൾ താൻ ഇവിടെ വെച്ചാണല്ലോ ഒരു സിംഹത്തെ കൊന്ന് എറിഞ്ഞത് എന്ന് വിചാരിച്ചിട്ട് ആ സിംഹത്തിനെ നോക്കുവാനായിട്ട് പോയപ്പോൾ ആ സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻകൂട്ടം കണ്ടു, തേനീച്ച കൂട്ടത്തെ കണ്ട് അവിടെ ഒരു തേനും ഇരുന്നു. അപ്പോൾ ഇങ്ങനെ അവൻ വഴിമാറിപ്പോയെന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് യൗവന ജനങ്ങൾ ഇങ്ങനെയാണ്, വഴിമാറിപ്പോകുന്നവരാണ്. എന്തെങ്കിലും ലോകത്തിൽ കാണുമ്പോൾ ഇൻപമായതൊന്ന്, കണ്ണിന് ഇൻപമായതൊന്ന്, അല്ലെങ്കിൽ ചെവിക്ക് ഇൻപമായതൊന്ന്, അല്ലെങ്കിൽ മനസ്സിന് ഇൻപമെന്ന് തോന്നുന്നതിനെ കാണുമ്പോൾ വഴിമാറിപ്പോകുന്നവരുണ്ട്. ദൈവസ്നേഹത്തെ രുചിച്ചറിഞ്ഞവർ പോലും അവർ അറിഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോൾ അതിനേക്കാളും ഒരു ഇൻപവും മേന്മയേറിയതുമായി ഈ ലോകത്തുള്ള പലതും കാണുമ്പോൾ ദൈവ ആരാധന വിട്ട് വിലകുകയും ദൈവസന്നിധി വിട്ട് വിലകുകയും ചെയ്യുന്നു. പക്ഷേ ഈ വഴിമാറിപ്പോയി അങ്ങനെ ഒരു ഫെലിസ്ത്യ അന്യ സ്ത്രീയെ വിവാഹം കഴിക്കണമെന്ന് മോഹിച്ചു പോയ ആ ഒരു സിംസോന് പിന്നീട് ലഭിച്ചതാണെങ്കിൽ ഫെലിസ്ത്യർക്ക് അടിമയാകേണ്ടി വന്നു. തന്നെ അവർക്ക് തന്നെ അടിമയായി ജോലി ചെയ്ത് അവർ കണ്ണ് കൊത്തി പൊട്ടിച്ചു. അങ്ങനെ അവൻ വളരെ കഷ്ടപ്പെട്ട് ഈ ലോകത്ത് നിന്ന് ദൈവഗീതം എല്ലാം നിറവേറ്റുവാൻ അവൻ സമ്മതിക്കുമ്പോൾ ഇവന് ഈ ലോകം വിട്ട് പോവേണ്ടി വന്നു. പ്രിയ ദൈവ പൈതലെ, നാം ദൈവസന്നിധിയെ വിട്ട് മാറിപ്പോകുമ്പോൾ പിശാചും ലോകവുമായിട്ട് നമ്മെ വിളിച്ച് വേണ്ടാത്ത മ്ലേച്ഛതയിലേക്ക്, വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് നമ്മെ നയിച്ചു കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ പിന്നെ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു വരുവാൻ കഴിയുകയില്ല. അവരിൽ നിന്ന് ഈ ഒരു സിംസോനൊരു നാശം സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതവും നാശത്തിലേക്ക് പോകും, പിന്നെ നരകത്തിലേക്കും പോകും. ആയതുകൊണ്ട് പ്രിയ ദൈവ പൈതലെ, ബൈബിളിൽ എന്ത് പറയുന്നു അനുസരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിച്ച് ദൈവത്തിന് വേണ്ടി മരിക്കുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ഈ ലോക കർത്താവെ, നമുക്ക് കർത്താവെ ഒരു മായയാണെന്ന് അങ്ങയുടെ വചനം പഠിപ്പിക്കുമ്പോൾ കർത്താവെ, ഈ മായയ്ക്ക് കർത്താവെ വളരെ ഭംഗിയുണ്ടതെന്ന് കണ്ട് കർത്താവെ നാം ദൈവസന്നിധിയെ വിട്ട് വിലകി പോകാതെ, അല്ലെങ്കിൽ ദൈവരാജ്യത്തെ വിട്ട് വിലകി പോകാതെ ദൈവത്തിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവെ ജീവിപ്പാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ പല കർത്താവെ ഹാലലിയ നെറ്റുകളും കാര്യങ്ങളും കർത്താവെ, ഇൻ്റർനെറ്റുകളും കർത്താവെ, സോഷ്യൽ മീഡിയകളും യൗവനക്കാരുടെ ജീവിതങ്ങളെ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിക്കൊണ്ട് തനിക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ച് വീട്ടിലും വെളിയിലും ആർക്കും സമാധാനം കൊടുക്കാതെ നടക്കുന്ന ഒരു കൂട്ടം തലമുറയെ നാം കാണുന്നു. കർത്താവെ, ദൈവമേ, ഈ മക്കളെ കർത്താവെ നിരക്ഷയിലേക്ക് നടത്തണം. ദൈവമേ, ഇവർ വഴിവിലകി പോകാതിരിപ്പാൻ കർത്താവെ നിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വരവരെയും കർത്താവെ നിൻ്റെ ജോലി ചെയ്യുവാൻ തക്കവണ്ണം നിൻ്റെ ആത്മാവ്
പ്രാപിച്ചവർ കർത്താവെ അതിനെ കളഞ്ഞു കളയാതെ നിന്നിൽ തന്നെ ഉറച്ചു നിൽപ്പാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.